പണ്ട് ആൾക്കാർ നോക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു കൾട്ടിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഹാർലി ഡേവിഡ്സണിലേക്ക് പോയിരുന്നത്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഓഫറിംഗ് ആയിട്ടുള്ള ഈ 440 എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആ ഒരു കൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സീക്വൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടും. ഇത് ഫാസ്റ്റ് ഗോയിങ് ആണെന്ന് വെച്ചാൽ ഇത് ഫാസ്റ്റ് ഗോയിങ്ങുമാണ്. ഇതിന് സ്പീഡോമീറ്ററിൻ്റെ എറർ ഉണ്ടെന്നാണ്. ആക്ച്വലി വേറൊരു ബൈക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ബൈക്ക് ഇതിൻ്റെ കൂടെ ഒരുമിച്ച് ഓടിച്ചിട്ട് ഞങ്ങൾ 100 ലോക്ക് ചെയ്ത് പിടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്പീഡോ എററൊന്നുമില്ല, ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് തന്നെയാണ് ഓടുന്നത്. വാട്സ്ആപ്പ് യൂട്യൂബ്, എല്ലാവർക്കും ഹാർലി ഡേവിഡ്സൺ X440 റിവ്യൂയിലേക്ക് സ്വാഗതം. എനിക്കറിയാം ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ റിവ്യൂ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റിവ്യൂ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും പരത്തിയിട്ടുമാണ് ചെയ്യുന്നത്. ഒരു 2 ആഴ്ചയുടെ മേതെയായിട്ട് ഓടിക്കുന്നുണ്ട്. 1000 കിലോമീറ്ററിന് മേതെ ഓടിച്ചു. അങ്ങനെ 1000 കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഡിസ്റ്റൻസ് അല്ല ഈ ഒരു ബൈക്കിന് മുകളിൽ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ്. പിന്നെ അത് മാത്രമല്ല, ഗോവയിലും ഞാൻ ഈ ബൈക്ക് തന്നെയാണ് ഓടിച്ചത് IBWൻ്റെ ടൈമിൽ. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു റിവ്യൂ ലേറ്റ് ആവുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു നോ ദാറ്റ് അറ്റ് ടൈംസ് നമുക്ക് ബൈക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഷോറൂം റിവ്യൂ ചെയ്യാറില്ല. 20-30 കിലോമീറ്റേഴ്സിൽ നമുക്ക് അങ്ങനെ ഒരു ബേസിക് കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു കാര്യം കൊണ്ടാണ്. ഇപ്പം ഈ ബൈക്കിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ജനറലി പറയുന്ന പോലെ ഇതൊരു ഫാൻ ബേസ്ഡ് റിവ്യൂ അല്ല, അല്ലെങ്കിൽ ഇത് ഫാൻസിനുള്ള റിവ്യൂ അല്ല എന്നുള്ളൊരു ഡിസ്ക്ലെയിമർ ഞാൻ ഇത്തവണ പറയുന്നില്ല. കാരണം ഫാൻസിനും ഒരുപാട് ഗുഡ് ന്യൂസ് ഉണ്ട്, ഹേറ്റേഴ്സിനും ഒരുപാട് ഗുഡ് ന്യൂസ് ഉണ്ട്. യു സ്റ്റേ വിത്ത് ദ വീഡിയോ, യു ലൈക്ക് ഇറ്റ്, അങ്ങനെ ഞാൻ പറയുള്ളൂ. ഇതൊരു ഹാർലി ഡേവിഡ്സൺ X440 ആണ്. ഇതിനു മുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഹാർലിയുടെ എംബ്ലം കാണാം. അപ്പോൾ ഈ ഒരു എംബ്ലം മാറ്റിക്കഴിഞ്ഞാലും ഇതൊരു ഹാർലി ഡേവിഡ്സൺ തന്നെയാണ് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു ഡിസൈൻ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ കാണുന്ന എവിടേക്കോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ ഹാർലി ഡേവിഡ്സൻ്റെ അയൺ 883 എന്നൊക്കെ പറയുന്ന മോഡലുണ്ട്. അത് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ് ആ മോഡലൊക്കെ. ആ ഒരു മോഡലിനൊക്കെ ഒരു ചെറിയൊരു ഇൻസ്പിറേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ടിൽ ആ ഹാർലി ഡേവിഡ്സൺ എഴുതി വെച്ചിട്ടുണ്ട് ഹെഡ്ലൈറ്റിനകത്ത്. അതൊരു ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. ക്യാമറയിൽ ഒരു പക്ഷേ ഇപ്പം തന്നെ കാണുന്നുണ്ടാവില്ല, പക്ഷേ വണ്ടിയുടെ ഈ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് വെരി നൈസ് ലുക്കിംഗ് ഹെഡ്ലൈറ്റ്. അത് നൈസ് ലുക്കിംഗ് മാത്രമല്ല, ഞാൻ വിചാരിച്ചു അത് ലുക്സിൽ മാത്രമേ ഉള്ളൂ എന്ന്. രാത്രി ഓടിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലോ ബീമും പവർഫുള്ളാണ്, ഹൈ ബീമും നല്ല പവർഫുള്ളാണ്. അപ്പോൾ വളരെ ഫങ്ഷണൽ ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ്. പിന്നെ അപ്സൈഡ് ഡൗൺ ഫോക്സ് കാണാം. നമുക്ക് ഇൻ്റർസെപ്റ്റിലൊക്കെ വന്നിട്ട് രീതിയിലുള്ളൊരു ടയർ പാറ്റേൺ ആണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ 440 എഞ്ചിൻ ഇവിടെ കാണാൻ പറ്റും. എഞ്ചിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് മിനിമൽ പ്ലാസ്റ്റിക്സ് ആണ്. പിന്നെ ബൈ ദ വേ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇത് ഈ വണ്ടിയുടെ മിഡ് വേരിയൻ്റ് ആണ്. വിവിഡ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. ഈ വണ്ടിക്ക് 3 വേരിയൻസ് ഉള്ളത്. ടോപ്പ് എൻഡ് വേരിയൻറ്റ് എസ്, വിവിഡ് എന്ന് പറയുന്ന ഒരു മിഡ് വേരിയൻറ്റ്, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് വേരിയൻറ്റ്, ഡെനിം എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഡെനിം കംസ് വിത്ത് ആക്ച്വലി സ്പോക്ക് വീൽസ്. പിന്നെ അതിന് ടാങ്കിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ മാത്രമാണ് കൂടുതൽ ഹാർലി ഡേവിഡ്സൺ X440. ഇത് മിഡ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതിന് ട്യൂബ്ലെസ് ടയർസ് വരുന്നുണ്ട്. അതിനുശേഷം ഈ ഹാർലി ഡേവിഡ്സൺ എഴുതിയ ആ ഒരു ഗ്രാഫിക്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ ഭയങ്കര കിടിലുമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ എസ് വേരിയൻറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. അത് മാത്രമല്ല അതിൻ്റെ ഗ്രാഫിക്സ് വ്യത്യാസമാണ്. അതിനൊരു എംബഡഡ് ഫോർമാറ്റിലാണ് ടാങ്കിൻ്റെ മുകളിൽ എംബ്ലം വരുന്നത്. പിന്നെ അത് മാത്രമല്ല ഡയലിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 3 വേരിയൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ബൈ ദ വേ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്ലാസ്റ്റിക്സ് ഒന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ബട്ട് സ്റ്റിൽ വിൽ ഗെറ്റ് ടു നോ ഇറ്റ്സ് ഹാർലി ഡേവിഡ്സൺ. പിന്നെ പുറകോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര അതിഗംഭീരമായ ടൈലായിട്ടൊന്നുമല്ല, പക്ഷേ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ അവിടെ കൊടുത്തിട്ടുണ്ട്. കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്. സീറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ്. ഗ്രാബ് റെയിലും കംഫർട്ടബിൾ ആയിട്ടുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ റൈഡർ സീറ്റ് മാത്രം കുറച്ചുകൂടി ഒന്ന് വൈഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കംഫർട്ട് കിട്ടുമായിരുന്നൊരു ഫീലുണ്ട്. പിന്നെ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആക്ച്വലി വണ്ടി ലോവർ സീറ്റ് ഹൈറ്റ് ഒരു വേരിയൻ്റാണ്. അത് ഈസി ആയിട്ട്, അതായത് ഒരു 5-6 ഒക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ വണ്ടി കുറച്ച് ഹെവിയാണ്. ഹാർലി ഡേവിഡ്സൺ അല്ലേ, ഹെവി ആവാതിരിക്കുമോ. പിന്നെ ഈ മിറേഴ്സ് അത്യാവശ്യം നല്ല വിസിബിലിറ്റി കൊടുക്കുന്നുണ്ട്. ഹാൻഡിൽ ബാറിലെ സ്വിച്ചസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഹൈ ബീമും ലോ ബീമുമാണ്. പിന്നെ ഈ ഒരു വേരിയൻറ്റിന് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അതായത് ഡേ ടു നൈറ്റ് ട്രാൻസിഷൻ വരുമ്പോൾ ലോ ബീമും ഓട്ടോമാറ്റിക്കലി വേണം. പിന്നെ ഹൈ ബീം നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്വിച്ചസ് ഉപയോഗിച്ചിട്ടാണ് ഡയലിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്ററും ഉണ്ട്, ഹോണും ഉണ്ട്. ഇപ്പുറത്തെ സൈഡ് വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ കിൽ സ്വിച്ച് ഉണ്ട്, കോഷൻ ഡാം ഉണ്ട്, അത്ര തന്നെ. പിന്നെ ഈ ഒരു ഡയൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കാണാൻ ഭംഗിയൊക്കെ ഉള്ളതാണ്. ആ നടുവിൽ കാണുന്ന ഒരു സ്ക്വയർ ഏരിയ മാത്രമാണ് നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ളത്. അപ്പം അതിനകത്ത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നില്ല, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ട്. ഇതിൽ 6000 RPM കട്ട് ഓഫ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. പിന്നെ ഇവിടെ ടൈം വരുന്നുണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഓഡോമീറ്റർ, 2 ട്രിപ്പ് മീറ്റർ, ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ. ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ അത്യാവശ്യം ഇനാക്കുറേറ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഹാർലി ഡേവിഡ്സൺ റോയൽ എൻഫീൽഡിൽ നിന്ന് അത് ഇൻസ്പയർ ആയി എന്നാണ് തോന്നുന്നത്. പിന്നെ വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമുണ്ട്, അതിൻ്റെ എക്സോസ്റ്റ് നോട്ടാണ്. നല്ലൊരു മീറ്റി ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ടാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ വന്ന് പറയുമായിരിക്കും അപ്പോൾ വെജിറ്റേറിയൻസിന് ഈ വണ്ടി ഓട്ടാൻ പറ്റുമെന്ന്. അപ്പം നിങ്ങൾക്കൊരു സന്തോഷം ഓർത്തുകൊണ്ട് വെജിറ്റേറിയൻസിനും ഈ വണ്ടി ഓട്ടാവുന്നതുള്ളൂ. ഓ എന്തൊരു ചളിയാടോ, ചളിവാരി അങ്ങ് തെറിപ്പിക്കുക, പൊത്തുക ചളിവാരി.
അപ്പോൾ ഇൻഫാക്റ്റ് ആക്ച്വലി എക്സോസ്റ്റിൻ്റെ ആ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബട്ട് സ്റ്റിൽ അതിൻ്റെ സൗണ്ട് ഭയങ്കര രസമുണ്ട് കേൾക്കാൻ. അത്യാവശ്യം ലൗഡറാണ്, ഒരു ആഫ്റ്റർ മാർക്കറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ റോട്ടിലെത്തിയിട്ട് സംസാരിക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഹൈവേ എത്തിയിരിക്കുകയാണ്. പതിവ് പോലെ വണ്ടി എടുക്കാം. അതുപോലെയല്ല വണ്ടി എടുത്തതെന്ന് എനിക്കറിയാം. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രൂസർ ടൈപ്പ് ഓഫ് എഞ്ചിനാണ്. അതായത് ലോങ് സ്ട്രോക്ക് ആയിട്ട് ടോർക്ക് കുറച്ചുകൂടെ ഡെലിവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു എഞ്ചിനാണ്. അപ്പോൾ ഇതൊരു ടോപ്പ് സ്പീഡിന് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ബൈക്ക് അല്ലെങ്കിൽ പോലും നല്ല ടോപ്പ് സ്പീഡ് ഉണ്ട്, അത് വേറെ കാര്യം. ഇതിൻ്റെ സ്പെക് ഷീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതായത് സാധാരണ സ്പെക് ഷീറ്റുകളിലൊക്കെ വണ്ടികൾക്കുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഫിഗർ ആയിരിക്കും കൂടുതൽ, അത് പവറിൻ്റെ നമ്പറായിരിക്കും കൂടുതൽ. ഇതിനകത്ത് ടോർക്കിൻ്റെ നമ്പറാണ് കൂടുതൽ. അത് ഈ വണ്ടിക്ക് അറിയാനുണ്ട്. ഈ വണ്ടിയിൽ എവിടെ തൊട്ടാലും ടോർക്കാണ്, അങ്ങനത്തെ ഒരു ഫീലാണ്. ബോട്ടം എൻഡ് ടോർക്ക് ഉണ്ട്, മിഡ് ടോർക്ക് ഉണ്ട്, ഈവൻ ഹയർ RPM പോലും ടോർക്ക് ഉണ്ട്. ഞാൻ അവിടുന്ന് വലിച്ചെടുക്കാതെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ആ ഒരു ചരലിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. ഡെഫിനറ്റായിട്ടും ഞാൻ ഈ വണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ ഇല്ല. അപ്പോൾ എന്തായാലും റിയർ വീൽ സ്പിന്നാവും, വണ്ടി ഒന്ന് സ്ലൈഡായിട്ട് എടുക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ അങ്ങനെ വലിച്ചെടുക്കാൻ. പിന്നെ ഈ വണ്ടിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് ഗ്രാജുവലായിട്ട് എടുക്കാനാണ് വേണം. പക്ഷേ നമ്മൾ ബാക്ക് ഓപ്പൺ ചെയ്താൽ ഈ വണ്ടിക്ക് അതൊരു പ്രശ്നമേ അല്ല, ഈസി ആയിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഒരു വണ്ടിക്കൊക്കെയാണ് ട്രാക്ഷൻ കൺട്രോൾ വേണ്ടത്. ഇപ്പോൾ കാണുന്ന പല 150cc 200cc ട്രാക്ഷൻ കൺട്രോൾ കൊടുക്കുന്നുണ്ട്. വണ്ടി ആക്ച്വലി ഓടുന്നു പോലും ഇല്ല, ഓടാത്ത വണ്ടികൾക്കൊക്കെയാണ് ട്രാക്ഷൻ കൺട്രോൾ ഉള്ളത്. ഈ ഒരു വണ്ടിക്ക് ആക്ച്വലി ട്രാക്ഷൻ കൺട്രോൾ ഇല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ വണ്ടിക്ക് ഭയങ്കര ലീനിയർ ആയിട്ടുള്ള ടോർക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു ടോർക്കി ആയിട്ടുള്ള ബൈക്കാണ്. എവിടെയും ടോർക്കാണ്. ഇപ്പോൾ 6 ഗിയർ ആണ്, ഓൾമോസ്റ്റ് നമ്മൾ 70 സ്പീഡിലാണ് ഓടുന്നത്. ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കുന്ന ഒരു സമയത്ത്, അതായത് പുറകുന്നാണ് സൺ അടിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഡയലിൻ്റെ വിസിബിലിറ്റി കുറച്ച് കുറവാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും വീഡിയോയിൽ കാണുമ്പോൾ തന്നെ. അപ്പം ഏതൊരു സ്പീഡിലാണെങ്കിലും നമ്മൾ വണ്ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോക്കിങ്ങോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ വണ്ടി പുള്ളി ചെയ്തോളും. പിന്നെ ഒരു കംഫർട്ടബിൾ ഹൈവേ സ്പീഡ് എന്ന് പറയുന്നത് ഒരു അറൗണ്ട് 110 120 ആണ്. ആക്ച്വലി ഈ ഒരു വണ്ടിക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 135 ആണ്. ഞാൻ ഓൾറെഡി ഒരു ടോപ്പ് സ്പീഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 135 വരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 145 അത്ര എന്തോ ആണ് ഞാൻ ചെയ്തൊരു വാല്യൂ എന്ന് പറയുന്നത്. അത് ഒരു കുറച്ച് കാലം പിടിക്കുക, അതായത് അതൊരു 2 ബിസിനസ് ഡേയ്സ് പിടിക്കുന്ന രീതിയിലാണ് ഞാൻ ടോപ്പ് സ്പീഡൊക്കെ കിട്ടിയത്. അതായത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 135 ആണ് ടോപ്പ് സ്പീഡ്. പിന്നെ നമ്മൾ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് ആക്ച്വലി നമുക്കൊരു സെക്കൻഡ് ഗിയർ ഓടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തേർഡ് ഗിയറിൽ തന്നെ ഓടിക്കാൻ പറ്റും. അതായത് റോൾ ഓൺ റോൾ ഓഫ് ചെയ്യുന്ന ഒരു സമയത്ത് വളരെ നൈസായിട്ട് ആ മറ്റേ ഒരു ടോർക്ക് കൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് പോകും. പിന്നെ നമുക്ക് നൈസായിട്ട് ഓടിച്ചുകൊണ്ട് തുടങ്ങാം. അപ്പോൾ ഹമ്പിലേക്ക് എത്തുന്ന സമയത്ത് നെസസറി ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് തട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സെക്കൻഡ് ഗിയർ തന്നെ ഈസി ആയിട്ട് വണ്ടി വലിയുന്നുണ്ട്. അത് സിംഗിൾ റൈഡറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം കുറച്ച് ഹെവി ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ വണ്ടികൾ അതാണ് പ്രശ്നം. അത് ക്ലച്ച് വിടുമ്പോഴത്തേക്കും വണ്ടി ബ്ലക്ക് എന്ന് പറഞ്ഞിട്ട് നോക്ക് ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ എഞ്ചിൻ ഭയങ്കര ഈസി ആയിട്ടാണ് ഓടുന്നത്. അത് മാത്രമല്ല, ഇത് ആക്ച്വലി ഹീറ്റിംഗ് ഇല്ലാത്തൊരു എഞ്ചിൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ഹീറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാനിപ്പോൾ ഇത്ര ഓടിച്ചിടത്തോളം ഹൈവേയിൽ ഡെഫിനറ്റായിട്ട് ഹീറ്റ് ചെയ്യുന്നില്ല. സിറ്റിയിലും എനിക്ക് അങ്ങനെ ഒരു ഹീറ്റിംഗ് ട്രബിളായിട്ട് തോന്നിയില്ല. വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും റെഡ് ലൈൻ ചെയ്യുന്നൊരു സമയത്ത് ആ ഒരു പവറിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, അത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അതായത് റെഡ് ലൈൻ പോകുന്നൊരു സമയത്ത് അങ്ങനെ എന്നുള്ള ആ ഒരു ശരിക്കും എഞ്ചിനിൽ തൊട്ടാൽ എന്ത് ഫീൽ ചെയ്യുമോ അത് കുറച്ചൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഹാൻഡിൽ ബാറിൽ ഫീൽ ചെയ്യുന്നുണ്ട്, സീറ്റിലേക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഫുഡ് പെക്കിൽ ഇത്തിരി ഫീൽ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതൊരു വൈബ്രേഷനായിട്ട് വിളിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം ഇത് ഇലക്ട്രിക് ബൈക്ക് ഒന്നുമല്ല ഫസ്റ്റ് ഓഫ് ഓൾ. അതുകൊണ്ട് എന്തായാലും ഈ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ടയറിനെ കുറിച്ച് ഫസ്റ്റ് സംസാരിക്കുക. ടയർ എന്ന് പറയുന്നത് ഇതിനകത്ത് MRF ആണ് വന്നിട്ടുള്ളത്. ആ ടയറിൻ്റെ പാറ്റേൺ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത്രത്തോളം നല്ല ടയർ ആയിരിക്കില്ല എന്ന്. കാരണം ഈ ഒരു ടയർ നമ്മൾ പല വണ്ടികളിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡ്രൈ ഗ്രിപ്പിന് നല്ലൊരു ടയറാണ്. അതായത് വെറ്റ് ഗ്രിപ്പ് വരുന്നൊരു സമയത്ത് ഗ്രിപ്പ് നല്ല മോശമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ബൈക്കിൻ്റെ എബിലിറ്റീസ്, കോർണറിങ് എബിലിറ്റീസ് ആയാലും അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റി ആയാലും ഈ ഒരു ടയർ കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ടയർ വാങ്ങിച്ചു കിട്ടണം. വണ്ടിക്ക് ആ സ്റ്റെബിലിറ്റിക്ക് ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞ ടയർ കുറച്ചും കൂടെ ഒന്ന് മാറിയിരുന്നെങ്കിൽ ഈ പറയുന്ന ആ വെള്ള ലൈൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ആ ഒരു ഒരസലും അല്ലെങ്കിൽ ഈ റോഡിലുള്ള ചില അണ്ടുലേഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിയുടെ വഴിക്ക് പോകുമെന്ന് പറയില്ലേ, അതൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ബ്രേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ബ്രേക്കിംഗ് കുറച്ച് മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇതൊരു ഹെവി ആയിട്ടുള്ളൊരു ബൈക്കാണ്. നമ്മൾ സ്റ്റിയർ ചെയ്യാനും എല്ലാം കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ബൈക്കാണ്, കുറച്ചൊന്ന് എഫേർട്ട് ഉള്ള ബൈക്കാണ്. അപ്പോൾ ഈ ഒരു ഹെവിനെസ് ഉള്ളൊരു ബൈക്ക്, അത്യാവശ്യം നല്ല പവറിൽ പോകുന്നൊരു ബൈക്കിന് കുറച്ചുകൂടെ ഒന്ന് ബ്രേക്കിംഗ് നന്നായിരിക്കാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അതായത് ഒട്ടും മോശമല്ല. അതായത് ഞാൻ കഴിഞ്ഞ ഓടിച്ച വണ്ടി എന്ന് പറയുന്നത് അപ്രിലയുടെ RS 457 ആയിരുന്നു. അതുപോലെ അത്രയും മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ബ്രേക്കിംഗ് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എനിക്കൊരു ഫീലുണ്ട്. പറയുമ്പം രണ്ട് സൈഡും ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. എല്ലാ ടെക്നോളജി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബ്രേക്സ് ഒക്കെ തന്നെയാണുള്ളത്. അതായത് ഓൺ പാർ വിത്ത് അതർ ബൈക്സ് തന്നെയാണ് ഇതിൻ്റെ ബ്രേക്സ് എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ബ്രേക്കിംഗ് അത്ര നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.
സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊന്ന് സ്റ്റിഫർ ഫീലാണ്, പക്ഷേ നല്ല കംഫർട്ട് തരുന്നുണ്ട്, നല്ലൊരു റൈഡ് ഫീൽ തരുന്നുണ്ട്. ഈവൻ ഹമ്പിൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് പോകുന്ന സമയത്തും അത്യാവശ്യം നല്ല കംഫർട്ട് തരുന്നുണ്ട്. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഉണ്ട്. സോ ഓവറോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് സസ്പെൻഷൻ്റെ മുകളിൽ. അതായത് ഫാസ്റ്റ് റൈഡിങ്ങിനും പറ്റും, സ്ലോ റൈഡിങ്ങിനും പറ്റും, മോശം റോഡിൽ ഓടിക്കുന്നതും പറ്റും, പില്ലിൻ വെച്ച് ഓടിക്കുന്ന സമയത്തും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. ഇനി ക്ലച്ച് ഫീലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആക്ച്വലി ക്ലച്ച് കുറച്ചുകൂടെ ലൈറ്ററാണ്. ഗിയർ ബോക്സിന് ഒരു പ്രശ്നവും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, വളരെ ഈസിയാണ്. പിന്നെ ആ ഒരു ഗിയർ മാറുമ്പോൾ, അതായത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് റബ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് എഞ്ചിൻ സൗണ്ട് ചെയ്യുന്നത്. മൊത്തത്തിൽ ഗിയർ ബോക്സ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ചെറിയൊരു ഇഷ്യൂ എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ വിചാരിച്ച എൻ്റെ കൈക്ക് എന്തോ പറ്റിയതാണ്. ഇതിൻ്റെ ക്ലച്ച് ലിവർ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിന് ഒരു ചെറിയ പെയിൻ ഉള്ള പോലെ, അതായത് കുറച്ചുകൂടെ ഒരു ലോങ്ങർ ആയിട്ടുള്ളൊരു ക്ലച്ച് ലിവറാണ് വന്നിട്ടുള്ളത്. പിന്നെ അഡ്ജസ്റ്റബിളും അല്ല. അതുകൊണ്ട് തന്നെ ചെറിയ കൈയുള്ള ആൾക്കാർക്ക് ഒരു റീച്ചബിലിറ്റി പ്രോബ്ലം വരും. അപ്പോൾ ആ ഒരു റീച്ചബിലിറ്റി പ്രോബ്ലം ഇത്രയും ദൂരം ഓടിച്ചൊരു സമയത്ത് എനിക്ക് കൈക്കൊരു വേദന പോലെ തോന്നി. ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ കൈയുടെ പ്രശ്നമായിരിക്കുന്നതാണ്, വേറെ എന്തോ പ്രശ്നമായിരിക്കുന്നതാണ് വിചാരിച്ചത്. പിന്നെ ബാക്കി ബൈക്കുകൾ ഓടിക്കുമ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ഈ ഒരു ബൈക്കിൻ്റെ പ്രശ്നമാണെന്ന്. പിന്നെ വണ്ടി മൊത്തത്തിൽ ഓടിക്കാൻ വേണ്ടി വളരെ എന്താ പറയുക, വണ്ടി ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ബൈക്കാണ്. പക്ഷേ പാർക്കിംഗ് ലോട്ട് ഓടിക്കണമെങ്കിൽ ഇത് കുറച്ചൊന്ന് ഡിഫിക്കൽട്ടായിട്ടുള്ള ബൈക്കാണ്. പിന്നെ ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന ഒരാൾക്ക് ഞാൻ കൊടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് ഭയങ്കര ഹെവിയാണ്, ഓടിക്കാനേ വയ്യാന്നൊക്കെയാണ്. കാരണം ഇത് കമാൻഡിങ് റൈഡിങ് പോസ്റ്റർ അല്ല. നമ്മൾ ഇപ്പം റൈഡിങ് പോസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുകയാണ്, കുറച്ചുകൂടെ ഫോർവേഡ് സെറ്റ് ആയിട്ടുള്ള ഫുട് ബൈക്കാണ്. കംപ്ലീറ്റ്ലി അപ്രൈറ്റ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. വളരെ റിലാക്സ്ഡ് ആണ്. പിന്നെ നിതമ്പത്തിനൊക്കെ ഭയങ്കര കംഫർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ആ സീറ്റ് കുറച്ചുകൂടെ ഒന്ന് വൈഡ് ആയിരുന്നെങ്കിൽ, അതായത് നമ്മുടെ ക്ലാസിക് 350 കാണുന്ന പോലത്തെ ഒരു വൈഡ് സീറ്റ് ആയിരുന്നെങ്കിൽ വളരെ വളരെ കംഫർട്ടബിൾ ആയത്. ഇപ്പോഴും കംഫർട്ട് ഉണ്ട്, പക്ഷേ എന്താ പറയുക, നിതമ്പങ്ങൾ മൊത്തമായിട്ട് നിതമ്പത്തിൻ്റെ ചീക്സ് എന്ന് പറയില്ലേ, ആ ചീക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒക്കിപ്പൈ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്നെക്കാളും കുറച്ചുകൂടെ വലിയ നിതമ്പുള്ള ആൾക്കാരാണെങ്കിൽ അത് കുറച്ച് ചാടിയിരിക്കും, അത്രേ ഉള്ളൂ. യു ഗെറ്റ് ദ പോയിന്റ് റൈറ്റ്. അപ്പം ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ബൈക്കാണ്, അത് ആക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. പിന്നെ ഹാർലി ഡേവിഡ്സണല്ലേ, നമുക്ക് ലൈറ്റർ ബൈക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഈ ഹാർലി ഡേവിഡ്സൺ, റോയൽ എൻഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ ഒരു വാക്കിന് തന്നെ ഒരു 5 കിലോ ഉണ്ട്. ആ ഒരു അഡീഷണൽ 5 കിലോൻ്റെ ആ ഒരു ഹെവിനെസ് ഇതിനകത്തും കാണുന്നുണ്ട്. പിന്നെ സിറ്റിയിൽ ഓടിക്കുന്ന ഒരു സമയത്ത് ഓടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ വല്ലാതെ ട്രാഫിക്കിൽ ഫിൽറ്റർ ചെയ്ത് കൊണ്ട് നടക്കാനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. യു ടേൺ എടുക്കാൻ ബുദ്ധിമുട്ടില്ല. ത്രോട്ടിൽ കൺട്രോൾ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഓഫായി കഴിഞ്ഞാൽ വണ്ടി വീഴും, അതിന് സംശയമൊന്നുമില്ല. പിന്നെ വണ്ടി വീഴുന്ന സമയത്ത് ഏറ്റവും നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ചാടി മാറുക. അതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം വണ്ടി സേവ് ചെയ്യാൻ നോക്കരുത്. ബിക്കോസ് യു ക്യാൻ റിപ്പയർ ദ ബൈക്ക്. നമുക്ക് എന്തും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ റിപ്പയറിനാണ് നമുക്ക് വരുന്ന ശരീരത്തിൻ്റെ വേദനയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ വണ്ടി ഇട്ടിട്ട് ചാടുക, കാരണം വണ്ടി സേവ് ചെയ്യാൻ നോക്കരുത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ളൊരു വണ്ടിയാണ്. ഇനി ഓണർഷിപ്പിലേക്ക് നോക്കിയാൽ ഞാൻ പറഞ്ഞു ഈ ഒരു വണ്ടി ഇതിൻ്റെ മിഡ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3.45 ലാഖാണ് ഓൺ റോഡ് ബാംഗ്ലൂർ വരുന്നത്. പിന്നെ ഈ വണ്ടി ഇപ്പോൾ ആക്ച്വലി 5600 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു 4500 ആയിരുപ്പായിരുന്നു തോന്നുന്നു ഈ ഒരു വണ്ടി എടുത്തത്, ഓർ ഈവൻ ലെസ് ദാൻ ദാറ്റ്. അപ്പോൾ ആരും ഇതുവരെയും സെക്കൻഡ് സർവീസ് ചെയ്തില്ല. ഫസ്റ്റ് സർവീസ് ചെയ്ത ആൾക്കാരൊക്കെ പറയുന്നത് അറൗണ്ട് 3000 റുപ്പീസാണ് അതിൻ്റെ സർവീസ് കോസ്റ്റ് വന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ അത് 1000 കിലോമീറ്റേഴ്സിലാണ് ചെയ്യുന്നത്. പിന്നെ വൺസ് ഇൻ 6 months അല്ലെങ്കിൽ വൺസ് ഇൻ 5000 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു അടുത്തൊരു സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 3000 to 4000 അല്ലെങ്കിൽ ഒരു 4500 വരെ എക്സ്പെക്ട് ചെയ്യണം. പിന്നെ ഹാർലി ഡേവിഡ്സൺ ആയതുകൊണ്ട് പാർട്സൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ട്. അതുകൂടെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. കാരണം ഇന്ത്യൻ മെയ്ഡാണ്, അഫോർഡബിൾ ആണ് എന്നുള്ളൊരു ഫാക്ടർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പം സർവീസ് ബിൽ അങ്ങനെ ആവണമെന്നില്ല. കാരണം വണ്ടി എപ്പോഴും നമ്മളിപ്പം BMW ആയാലും ട്രയംഫ് ആയാലും ഇപ്പോൾ ഇന്ത്യൻ കൊളാബറേഷൻ ചെയ്തിട്ട് ഇറക്കുന്ന വണ്ടികളെല്ലാം തന്നെ ഓൺ റോഡ് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അതിനുശേഷം സർവീസ് ബില്ല് വരുന്ന സമയത്ത് ആൾക്കാർ ഓക്സിജൻ മാസ്ക് വെച്ച് ICU എന്നാണ് കേട്ടത്. അപ്പോൾ അതുപോലത്തെ ഒരു ചെറിയൊരു സർവീസ് ബില്ല് ഇതിനും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ചെറിയതല്ല, വലിയൊരു സർവീസ് ബില്ല് വരാൻ സാധ്യതയുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ട്രയംഫിനേക്കാളും കൂടുതൽ സർവീസ് ബില്ല് വരുന്നൊന്നും തോന്നില്ല. പിന്നെ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 35 km/ലിറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയൊരു സമയത്ത് 30 to 35 ആൾക്കാർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു പെർഫോമൻസ് ഉള്ളൊരു വണ്ടിക്ക് 30 to 35 കിട്ടുന്നത് വളരെ നല്ലൊരു മൈലേജ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹൈവേയിൽ ചിലവർക്ക് 35ക്ക് മേലെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ 80-ലൊക്കെ ഓടിക്കുമ്പോഴായിരിക്കും കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഒരു പർച്ചേസിങ് ആസ്പെക്ട്സ് നോക്കാം. അതായത് ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ ആണോ? ഇതൊരു കംപ്ലീറ്റ്ലി ബിഗിനർ ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ അല്ല. നിങ്ങൾ എങ്ങനെയാണ് ബിഗിനർ ഫ്രണ്ട്ലി ഡിഫൈൻ ചെയ്യുന്നതെന്ന് അനുസരിച്ചിരിക്കും. ഒട്ടും വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയുന്നത് വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് മാത്രമേ ഇതിനകത്തേക്ക് വരാം. അതല്ല ഇപ്പം സ്കൂട്ടറൊക്കെ ഓടിക്കാൻ അറിയാം, ഗിയർഡ് ബൈക്കൊക്കെ പഠിച്ചു വരുന്നൊരു അവസ്ഥയാണെങ്കിൽ ഇതിനകത്തേക്ക് വരാം. ജസ്റ്റ് ദാറ്റ് ഇത് കുറച്ച് ഹെവി ആയിരിക്കും, ഇത് കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും. അതൊന്നും നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അത്രത്തോളം ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബൈക്കായിട്ട് ഞാൻ കൺസിഡർ ചെയ്യില്ല. 150cc എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ അറൗണ്ട് ചെയ്യാനുള്ള പവറും ടോർക്കും ഇതിൻ്റെ മുകളിലുണ്ട്.
അതായത് ഒരു 150cc ടോറിംഗ് ബൈക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര നൈസായിട്ടുള്ളൊരു ബൈക്കാണ്. ഞാൻ പറഞ്ഞല്ലോ 120 നമുക്ക് പുട്ടുപോലെ ക്രൂസ് ചെയ്യാൻ പറ്റും. 120, 125 വരെ നമുക്ക് ഈസി ആയിട്ട് ഓടാം. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു ഇതിന് സ്പീഡോമീറ്ററിൻ്റെ എറർ ഉണ്ടെന്നാണ്. ആക്ച്വലി വേറൊരു ബൈക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ബൈക്ക് ഇതിൻ്റെ കൂടെ ഒരുമിച്ച് ഓടിച്ചിട്ട് ഞങ്ങൾ 100 ലോക്ക് ചെയ്ത് പിടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്പീഡ് എററൊന്നുമില്ല, ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് തന്നെയാണ് ഓടുന്നത്. അപ്പം അത്യാവശ്യം നല്ല സ്പീഡ്സ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 150cc വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. പിന്നെ റോയൽ എൻഫീൽഡ് ആക്ച്വലി മനസ്സിൽ കരുതുന്ന ആൾക്കാർ, പഴയ റോയൽ എൻഫീൽഡിൻ്റെ ഫാൻസിനൊക്കെ ആക്ച്വലി ഈ വണ്ടി സാറ്റിസ്ഫൈ ഉള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ആ ഒരു തമ്പ്, ആ ഒച്ച മാത്രമല്ല, അതായത് വണ്ടി നല്ലോണം കയറുന്നുണ്ട്. കണ്ടോ, വണ്ടി കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്നൊരു സമയത്ത് പഴയ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ആഢ്യത്യം പ്രൗഢിയൊക്കെ ഉള്ളൊരു വണ്ടി ഉണ്ടല്ലോ, ആ ഒരു വണ്ടിയുടെ കാറ്റഗറിയിലേക്ക് പെടുത്താൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ് ഇത്. അത് ട്രൂ ഹാർലി ഡേവിഡ്സൺ. ആക്ച്വലി ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പണ്ട് ആൾക്കാർ നോക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു കൾട്ടിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഹാർലി ഡേവിഡ്സണിലേക്ക് പോയിരുന്നത്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഓഫറിംഗ് ആയിട്ടുള്ള ഈ 440 എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആ ഒരു കൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സീക്വൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടും. ഇത് ഫാസ്റ്റ് ഗോയിങ് ആണെന്ന് വെച്ചാൽ ഇത് ഫാസ്റ്റ് ഗോയിങ്ങുമാണ്. ഇനിയിപ്പം 3.45 ലാഖിന് ഈ ഒരു വണ്ടി വാല്യൂ ഫോർ മണി ആണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വാല്യൂ ഫോർ മണി എന്നൊന്നും എനിക്ക് പറയാനില്ല, ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ബൈക്ക്. പിന്നെ എന്തുകൊണ്ട് ഈ വണ്ടി റോഡിൽ കാണുന്നില്ല എന്നുള്ളതൊരു മെയിൻ ചോദ്യമാണ്. അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. ഈ വണ്ടി ലോഞ്ച് ചെയ്ത് 2 ദിവസത്തിന് ശേഷമാണ് ട്രയംഫിൻ്റെ സ്പീഡ് 400 ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡിൻ്റെ ലോഞ്ചിന് ഞാൻ ആക്ച്വലി പൂനെയിലുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയംഫ് വളരെ കറക്റ്റായിട്ട് നല്ല ടാക്ടിക്കലായിട്ടാണ് കളിച്ചത്. അവിടെ അവർ ഇതിന് തൊട്ട് താഴെയാണ് പ്രൈസ് ചെയ്തത്. അപ്പോൾ ട്രയംഫിന് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടി. ബേസിക്കലി ട്രയംഫുമായിട്ടൊരു ഹെഡ് ഓൺ ഹെഡ് കമ്പാരിസൺ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ വൈസ് ആക്ച്വലി എനിക്ക് ഹാർലി ഡേവിഡ്സൺ ആണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ട്രയംഫിൻ്റെ ബിൽഡ് ക്വാളിറ്റി വേറെ നെക്സ്റ്റ് ലെവലാണ്, അത് സംഭവിച്ചു കൊടുക്കണം. ബട്ട് എഞ്ചിൻ വൈസ് എനിക്ക് ആക്ച്വലി ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹിറ്റ് ഇതിന് ജനിച്ചപ്പോൾ തന്നെ കിട്ടി എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിക്ക് അത്രത്തോളം സെയിൽസ് ഒന്നും കാണാത്തത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ട്രയംഫുകൾ ഇവിടെ കാണാറുണ്ട്, സ്പീഡ് 400 ആയാലും സ്ക്രാംബ്ലർ ആയാലും. പക്ഷേ ഹാർലി ഡേവിഡ്സൺ വളരെ കുറച്ചേ കാണാറുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇത് സ്പീഡ് 400 ആയിട്ട് ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ തന്നെയല്ല. സ്പീഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നേക്കഡ് ആയിട്ടുള്ള നിയോ റെട്രോ മോഡലായിട്ടുള്ള ഒരു ബൈക്കായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിന് ശരിയായ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ക്ലാസിക് 350 CB 350 ആയിട്ടാണ്. ഈ രണ്ട് ബൈക്കുകളുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് അതിനേക്കാളൊക്കെ കൂടുതൽ ടോർക്കും പവറും ക്രൂസ് സ്പീഡും ക്വാളിറ്റിയും എല്ലാം ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ 6th ഗിയർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ 6th ഗിയർ ബാക്കി വണ്ടികളുടെ ടോപ്പ് ഗിയർ പോലെയല്ല. ബാക്കി ആ 2 വണ്ടിയുടെ ടോപ്പ് ഗിയറും എന്താ പറയുക ചത്ത് കിടക്കുന്ന പോലെയാണ്. അതിന് ത്രോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഇതിൻ്റെ അങ്ങനെയല്ല, കണ്ടല്ലോ ആ ഒരു ഫീലും ഫീഡ്ബാക്കും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 2 വണ്ടികളൊക്കെ ഡെഫിനറ്റ്ലി ഒരു ബെറ്റർ പിക്ക് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ബട്ട് എവിടെയാണ് വി ഗോണ ടേക്ക് എ പെയിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവീസ് ബിൽസ് ആണ്. റോയൽ എൻഫീൽഡ് ആണെങ്കിൽ കുറച്ചുകൂടെ കുറഞ്ഞ സർവീസ് ബിൽസ് ആയിരിക്കും, ഹോണ്ട ആണെങ്കിൽ വളരെ കുറഞ്ഞ സർവീസ് ബിൽസ് ആയിരിക്കും. പിന്നെ മെയിൻ്റനൻസ്, ഇതിൻ്റെ ഒരു മെയിൻ്റനൻസിൽ മേജറായിട്ടുള്ള ഇഷ്യൂസൊന്നും ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തില്ല. എക്സെപ്റ്റ് ഈ ഒരു ബ്രേക്കിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ 1-2 ഓണേഴ്സ് പറയുന്നുണ്ട് ബ്രേക്കിംഗ് കുറച്ച് മോശമാണ്. അതർവൈസ് ദ ബൈക്ക് ഇസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. റൈഡ് അറൗണ്ട് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഇത് ഞങ്ങൾ ഗോവയിൽ ഓടിച്ചൊരു സമയത്തും, ഗോവയിൽ ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഹൈ എൻഡ് വേരിയൻ്റ് ആയിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഈസി ആയിട്ട് തോന്നി. അവിടെ ചെറിയ റൂട്ട്സാണ്, കുറേ ഹമ്പുകളുണ്ടായിരുന്നു. ഹമ്പിലൊക്കെ അവസാനാവുന്ന സമയത്ത് ഞങ്ങൾ ഹമ്പൊക്കെ ചാടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് പോലും വണ്ടി സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. വണ്ടിയിൽ നിന്ന് റാറ്റ്ലിങ്ങോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. ഭയങ്കര നൈസായിട്ട് ഫീൽ ചെയ്തു. ആവശ്യത്തിന് ടോർക്ക് ഉണ്ട്. വളരെ ഒരു പോസിറ്റീവ് ഫീൽ തരുന്നൊരു വണ്ടിയാണ് തന്നെ പറയണം. പിന്നെ നിങ്ങൾ ഹൈവേയിലൊക്കെ ടൂർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 110 to 120 ക്രൂസ് ചെയ്യാം, പില്ലിനെ വെച്ച് ക്രൂസ് ചെയ്യാം, ലഗേജ് വെച്ച് ക്രൂസ് ചെയ്യാം, വാട്ട് എവർ യു വാണ്ട്, അങ്ങനെ ഞാൻ പറയുള്ളൂ. അപ്പോൾ അത്രയാണ് ഈ ഒരു ബൈക്കിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ റെസ്പോണ്ട് ബാക്ക് ചെയ്യാം. ഏറ്റവും കൂടുതൽ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം മാവറിക് 440 ആയിട്ട് കമ്പയർ ചെയ്യാനാണ്. മാവറിക് ആക്ച്വലി ഞാൻ ചോദിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഹീറോ ആയിട്ട് ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടുകയില്ല. അപ്പം ഫിംഗേഴ്സ് ക്രോസ്ഡ് കിട്ടിയാൽ ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബൈക്കിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ശരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ.